ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വഗുരുവാണ് എന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP രാജ്യവ്യാപകമായി നടത്തിയ പ്രചരണം. US-ന്റെ വലതുഭാഗത്തും റഷ്യയുടെ ഇടതുഭാഗത്തും ചൈനയുടെ മുന്നിലും നിൽക്കാൻ സാധിക്കുന്ന ഭരണാധികാരിയാണെന്നും അവർ വീമ്പിളക്കിയിട്ടുണ്ടായിരുന്നു. ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ എന്നുള്ള പേരിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ച വേളയിൽ അവർ നേരിട്ട അനുഭവങ്ങൾ. 104 പേരുമായി ബുധനാഴ്ചയാണ് അമേരിക്കൻ വ്യോമസേന വിമാനം ഇന്ത്യയിലോട്ട് എത്തിയിരുന്നത്. C-17 വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ച സംഘത്തിൽ 79 പുരുഷന്മാരും 25 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. പേടി സ്വപ്നമായിരുന്നു തങ്ങളുടെ യാത്ര എന്നായിരുന്നു തിരികെ എത്തിയ ഇന്ത്യക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കയ്യാമം അണിയിക്കുകയും കാലുകൾ ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു കുടിയേറ്റ ക്യാമ്പിലേക്ക് പോകുകയാണ് എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്ന്, സൈനിക വിമാനത്തിൽ കയറുന്നത് വരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അറിയില്ലായിരുന്നു എന്നുമാണ് തിരിച്ചെത്തിയവരിൽ ഒരാളായ ഹർവീന്ദർ സിംഗ് പറഞ്ഞതെന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. 40 മണിക്കൂർ നീണ്ട യാത്ര കഠിന പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും തകർത്ത് കളഞ്ഞുവെന്നുമായിരുന്നു മറ്റൊരു യാത്രികനായ ജസ്പാൽ സിംഗ് പറയുന്നത്. തങ്ങളോട് US സൈന്യം ക്രൂരമായും കുറ്റവാളികളോട് എന്നതുപോലെയായിരുന്നു പെരുമാറിയത് എന്നും ജസ്പാൽ സിംഗ് വെളിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ലോകത്ത് നട്ടെല്ലുറപ്പുള്ള ഭരണാധികാരികളുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരനുഭവങ്ങളാണ് ഇന്ത്യക്കാരായ 104 പേർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ കുറ്റവാളികളെ പോലെ പറഞ്ഞയക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ US നടപടിയെ വെല്ലുവിളിച്ച ഭരണാധികാരിയുടെ പേര് ഗുസ്താവോ പെട്രോ എന്നായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരായി കൊളംബിയക്കാരുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ തങ്ങളുടെ വിമാനം അയക്കുമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മെക്സിക്കോ, ബ്രസീൽ തുടങ്ങിയ രാജ്യ ഭരണാധികാരികളും അതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ നാണക്കേട് ഉണ്ടാക്കിയ US നടപടി ഉണ്ടായിട്ടും എന്തെങ്കിലും മിണ്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നത് മാത്രമല്ല, വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ US നടപടിയെ ന്യായീകരിക്കുക കൂടിയാണ് ചെയ്തത്. ഇത്തരം ഒഴിപ്പിക്കലുകൾ, വിലങ്ങണിയിക്കൽ സ്വാഭാവികമാണ് എന്നും സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണിയിച്ചില്ല എന്നുമുള്ള വിചിത്ര വിശദീകരണമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന കാര്യം തന്നെയാണ്. വിജയിച്ച ശേഷം അതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അധികാരമേറ്റ ഉടൻ ട്രംപ് ഒപ്പുവെച്ച ആദ്യ ഉത്തരവുകളിൽ ഒന്നും അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുക എന്നത് തന്നെയായിരുന്നു. ഇത്രയും നാൾ എന്തെങ്കിലും ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന BJP സർക്കാർ US നടപടിയെ നെറികെട്ട നിലയിൽ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുൻകാലങ്ങളിലും ഇതേ രീതിയിലായിരുന്നു തിരിച്ചയച്ചത് എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ന്യായം. US-ൽ നിന്ന് തിരികെ എത്തിച്ചവരുടെ മുൻകാല കണക്കുകൾ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ന്യായീകരണം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ബോധപൂർവം തന്നെ അദ്ദേഹം മറച്ചു വെക്കുന്നതായിരുന്നു. മോദിയുടെ ഉറ്റ ചങ്ങാതിയായ ട്രംപ് നടത്തിയ ഹീനകൃത്യത്തെ വിമർശിക്കുവാൻ നട്ടലുറപ്പില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ അംഗങ്ങൾ ഉന്നയിച്ച പല സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അനധികൃതമായി ഉണ്ട് എന്നുള്ള കണക്കുകൾ അമേരിക്ക തന്നെ പുറത്തു വിട്ടിട്ടുമുണ്ട്. ഉടൻ പറഞ്ഞയക്കാനുള്ള പ്രാഥമിക പട്ടികയിൽ 8000-ഓളം പേരുമുണ്ട്. എങ്കിലും എത്ര വിദ്യാർത്ഥികൾ, ഒരു കുടുംബത്തിലെ തന്നെ നിയമപരമായും അനധികൃതമായും താമസിക്കുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര എന്നിങ്ങനെ CPI നേതാവ് P സന്തോഷ് കുമാർ ഉൾപ്പെടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നത് മാത്രമല്ല, ഇതിനൊക്കെ പുച്ഛിച്ചായിരുന്നു തള്ളുന്നത്. ഇതെല്ലാം വിഷയത്തെ ഗൗരവത്തോടെ കാണുവാൻ BJP സർക്കാർ ഇതുവരെ സന്നദ്ധരായില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്. ജോലിക്കുള്ള വിസയുമായി പോയവരെ പോലും അനധികൃതമെന്ന് മുദ്രകുത്തി തിരികെ അയക്കാൻ പട്ടികപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പഞ്ചാബ് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ആളുകളുടെ വിസ നീട്ടി നൽകുന്നതിനും അവിടെയുള്ള തുടർ താമസ സൗകര്യം ഒരുക്കുന്നതിനും ഫലപ്രദമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ US-ലെ ഇന്ത്യൻ എംബസികൾ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം പോലും വളരെ ഗൗരവമേറിയതാണ്. സ്വന്തം നാട്ടുകാരെ കയ്യാമം വെച്ചും കാൽച്ചങ്ങല അണിയിച്ചും തിരികെ അയച്ചതിനെ ന്യായീകരിക്കുന്ന ഭരണാധികാരി ലോകത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും. ട്രംപിനോടുള്ള വിധേയത്വം മൂലം ഇന്ത്യൻ ഭരണാധികാരികൾ ഇത്തരം അടിമ മനോഭാവം കാട്ടുമ്പോൾ തലകുനിക്കേണ്ടി വരുന്നത് 140 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാർ തന്നെയാണ്.